ഹായ് നമസ്കാരം. ഞാൻ ഞർമ്മൻ കൃഷിയാണ് ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ ഞർമ്മൻ കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം ഞർമ്മൻ ഏകദേശം നമ്മുടെ ചരയിലേക്ക്, അതായത് പന്തലിലേക്ക് എത്താൻ വേണ്ടി നിൽക്കുകയാണ്. ഈ പന്തൽ 3 വർഷം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് പന്തൽ ഉണ്ടാക്കിയത്. ഞാൻ അതിൽ കമ്പിയും അതുപോലെ തന്നെ നയലോൻ്റെ കയറാണ് കേട്ടോ. ഈ നയലോൻ കയറിട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞാനിപ്പോൾ ഇതേ തടം, അതായത് ആ ചുവട് തന്നെ 3 പ്രാവശ്യം ഒരേ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു പന്തലിൽ കൂടുതലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കഴിയണം. അല്ലെങ്കിൽ ഒരുപാട് ചിലവുണ്ട്. ഒരു പന്തൽ നിർമ്മിക്കണമെങ്കിൽ ഒരുപാട് ചിലവുണ്ട്. ആ ചിലവ് നമുക്ക് 3 പ്രാവശ്യം വിളവെടുക്കുമ്പോൾ ചിലവ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആ ചിലവ് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം നമ്മൾ ഒരേ ചുവടിൽ തന്നെ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ പന്തൽ മാറ്റിയെങ്കിൽ ആ പന്തൽ വീണ്ടും നമുക്ക് നിർമ്മിക്കണം, ഒരുപാട് ചിലവുണ്ട്. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം ചെയ്തതും 2 പ്രാവശ്യം ഞരമ്പനും 1 പ്രാവശ്യം പാവലുമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആദ്യ ഞരമ്പൻ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുണ്ട്. അത് ലേശം മുകളിലാണ്. ഞാനത് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മുടെ പൊയ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നീളമുള്ള പൊയ്, ഞങ്ങളുടെ പൊയ്യാണെന്ന് പറയുന്നത്. എടാ എൻ്റെ പൊയ് ഏകദേശമൊക്കെ നാട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 350 ഉണ്ട്. ഇതിൽ ഒറ്റ ഫ്ലോട്ടിൽ തന്നെ 350 ഞരമ്പൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞരമ്പൻ ചെറുങ്ങനായതേ ഉള്ളൂ. ഇതിന് ഒരുപാട് പണിയുണ്ട്. ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്, ആരെയും കൂട്ടാതെയാണ് ചെയ്യുന്നത്. വളരെ ക്ഷീണിച്ചു പോയി. ഒറ്റക്കാണ് ഞാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞരമ്പിന് വേണ്ടി നമ്മൾ ഈ കീടങ്ങൾക്ക് അകറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു പുക ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടാ. പുക നിറയെ ഇട്ടിട്ട് പുക ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പുക മാത്രം ഉണ്ടായാൽ മാത്രം മതി. അതിൽ എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ചേരിയോ എന്ന് ഇട്ട് വെച്ചിട്ട് പുക ഇട്ട് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഞരമ്പിൻ്റെ അടിയിലേക്കോ അത് കഴിഞ്ഞ് കീടങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വളരെ നല്ലൊരു രീതിയാണ്. ഇതാണ് മുള ഉണ്ടല്ലേ, ഇതെല്ലാം കൊത്തിക്കൊണ്ട് ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ ചെയ്തു. ഇനി ഇവിടെ ഇതെല്ലാം ചെയ്യാൻ ബാക്കി, കുറച്ചും കൂടി നമ്മുടെ ഞരമ്പിൻ്റെ ഇത് ചെയ്യാൻ ബാക്കിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഞരമ്പിൻ്റെ ഒറ്റ ലൈനാണ് ഇങ്ങനെ ഉണ്ടാവും. അവിടെ നിന്ന് തൊട്ട് ഇവിടുത്തെ വരെ ഒരേ ലൈൻ ഒറ്റ രീതിയിലുണ്ടാവും. പക്ഷേ ഇത് എങ്ങനെ നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാലും ഏത് ഫ്ലോട്ടിലും നോക്കിക്കഴിഞ്ഞാലും ഒരേ ലെവലിലാക്കണം കിട്ടുന്നത്. ഇതാണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് കിട്ടും, ഇങ്ങനെ സ്ട്രെയിറ്റ് കിട്ടും, ഇങ്ങനെ സ്ട്രെയിറ്റ് കിട്ടും. അപ്പോൾ ഇതിൽ മുകളിൽ നമുക്ക് കമ്പിയാണ് ഇടുന്നത് കേട്ടോ. ഇങ്ങനെ കമ്പിയിട്ട് ഇതിലൂടെ കമ്പിയിട്ട് ആണ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഇത് ബാക്കിയുണ്ട് കേട്ടോ. ഇനി ചെയ്യാൻ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കുള്ള കൃഷിയാണ്. അപ്പോൾ ആരെയും കൂടുതലായിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് നമുക്ക് വളരെ കുറവാണ്. ഞരമ്പനൊക്കെ നട്ട് കഴിഞ്ഞാലേ അത് വിളവെടുപ്പ് നടത്തുമ്പോൾ നല്ല ചില സമയത്ത് നല്ല പൈസയൊക്കെ കിട്ടും. പക്ഷേ എല്ലാ സമയവും ഒരേപോലെ ആവില്ലല്ലോ. ഇതിലിപ്പോൾ ഞരമ്പൻ റെഡി ആയിട്ടുണ്ട്. കേട്ടോ. ചെറിയ തൈയാണ് അല്ല. ഇത്രയും ഫ്ലോട്ടിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു 150 ചുവടുണ്ടാവും. അപ്പോൾ ഇതിലേക്കുള്ള നമ്മുടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളെ ഇപ്രാവശ്യത്തെ ഞരമ്പൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക.